നല്ല ദഹനക്കേടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മരുന്ന് മാത്രം പോരാന്ന് തോന്നുന്നുണ്ട്. വഴിപാടിന്റെ കുറച്ച് കാര്യം. അപ്പൊ നാളെ എന്താ? നാളെ എന്താണ്? നാളെ ഞായറാഴ്ചയാണ്. അപ്പൊ അല്ലറയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അമ്മായി സുഖമില്ലാടക്കല്ലേ, അപ്പൊ അമ്മാന്റെ വീട് വരെ ഒന്ന് പോണം. അപ്പൊ അമ്മാവിന് ഞാനും കൂടി ചെറുതൊക്കെ മേടിച്ച് അമ്മായിയുടെ ഒരു സന്തോഷത്തിന് അമ്മായിയുടെ മുമ്പിൽ നമുക്ക് അടിക്കും. എന്നൊരു കാര്യം ചെയ്യും, ആ ചെറുത് മേടിച്ചിട്ട് അമ്മാവിനെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാം. ജനിച്ച നാൾ അതാണ് ചോദിച്ചത്. ആ ജനിച്ച നാളെ സോറി ഏട്ടാ, എനിക്ക് മനസ്സിലായില്ല. അതാണ് അതായത് അമ്മ പറഞ്ഞത് മൂലം അച്ഛനതങ്ങ് സമ്മതിച്ച്. അമ്മ പറഞ്ഞത് മൂലം അച്ഛനതങ്ങ് സമ്മതിച്ച്. കൃത്തിക്ക് അമ്മ എന്ത് പറഞ്ഞത് മൂലം അച്ഛൻ എന്ത് സമ്മതിച്ചു അത് പറഞ്ഞു. അതപ്പോ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു നക്ഷത്രം മൂലമാണെന്ന്. അത് കേട്ടപ്പോ അച്ഛൻ അതങ്ങ് സമ്മതിച്ചു. അമ്മ പറഞ്ഞ പിന്നെ അച്ഛൻ കമാന്ന് മിണ്ടൂല. ഒരു കാര്യം മനസ്സിലായി, അച്ഛൻ ഒരു മൂലക്ക് ഇരുത്തിയാക്കേ. എടോ തന്റെ നാളല്ലേ ചോദിച്ചത്, പശുവിന്റെ നാള് പറ. പശുവിനൊക്കെ നാളുണ്ടാവോ? പശു ഇന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നാളെ ഉണ്ട്. ആണല്ലേ? വെളിവെട്ടവരെ നീ ഇന്നുണ്ടാ, എന്നാ നാളെ തുടങ്ങി ഇവിടെ ഉണ്ടാവൂല. പിന്നെ അല്ലാതെ പശുവിന്റെ നാളെന്ന് പറഞ്ഞാലേ നമുക്കൊരു പണി ചെയ്യാം, പെരുന്നാളാക്കാം. പെരുന്നാളാ? മഹോത്സവം എന്ന് പറയാഞ്ഞത് നന്നായി. അങ്ങനെ ഒരു നാളുണ്ടാ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ? അതല്ലെന്ന്, നടുവട്ടം പള്ളിയിലെ പെരുന്നാളിന്റെ അന്നാണ് എനിക്ക് ഇവിടെ മേടിക്കാൻ പറ്റിയത്. അപ്പൊ ഇവളുടെ പിറന്നാള് പെരുന്നാള്. അപ്പൊ നാള് പെരുന്നാള്. നാളെ പെരുന്നാൾ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെരുന്നാൾ വെച്ച് കുണിക്കാം. ഗുണിക്കല്ലോ, ഗണിക്കല്ലേ? മനുഷ്യന്മാർക്കാണ് ഗണിക്കുന്നത്, മൃഗങ്ങൾക്കാകുമ്പോ ഗുണിക്കാണ്. കുണിച്ചോ 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 കുണിച്ചോ, അസുഖം മാറിയാ മതി. പിന്നെ അയ്യോ നല്ല തട്ടാ കിട്ടിയാക്കണത്. അതല്ലേ? ഒരുപാട് ചില്ലറന്നല്ലേ രാശി പറഞ്ഞേ? അതെ, പശുവിന്റെയാ? അങ്ങനെ രാശി ഒന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ പശുവിനെ മേടിച്ചത് നമ്മുടെ ഫാം നടത്തുന്ന ഷേർലി മാഡം ഇല്ലേ, ഷേർലി മാഡത്തിന്റെ കയ്യിൽ, ആ മാഡത്തിന്റെ കയ്യിൽ മേടിച്ചു. ആ മേഡൻ രാശി പിന്നെ മേഡം പിടിച്ച് പിന്നെ അപ്പൊ എനിക്ക് നിങ്ങളുടെ മാളൂനോടെ എനിക്കൊന്ന് സംസാരിക്കണം. കാരണം അവളുടെ കുറച്ച് കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ കേട്ടിട്ടുള്ളൂ, അവളുടെ കുറച്ച് കാര്യം കൂടെ എനിക്ക് കേൾക്കണം. മാളൂനോട് സംസാരിക്കോ? കാരണം മൃഗഭാഷയൊക്കെ അറിയാം. ആണോ? പിന്നെ മൃഗങ്ങളുടെ ഭാഷ അറിയാം. പിന്നില്ലേ? പക്ഷെ പുള്ളിയുടെ വായിന്ന് പറഞ്ഞ മലയാള ഭാഷ അത്ര സുഖമില്ലല്ലോ. കേട്ടോ മാളുമായിട്ട് സംസാരിക്കണം.